നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉസ്ബെക്കിസ്ഥാൻ ഗ്രാൻഡ് മാസ്റ്റർ നോഡർബെക്ക് യാക്കോബോവും നമ്മുടെ വൈശാലിയും തമ്മിൽ ടാറ്റ സ്റ്റീൽ ടൂർണമെന്റിന്റെ 4ാം റൗണ്ടിൽ നടന്ന ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെസ് അറിയാത്തവർക്കിടയിൽ പോലും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു ഗെയിമാണിത്. ഗെയിം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പ്ലേയേഴ്സ് തമ്മിൽ ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത് പതിവാണ്. എന്നാൽ വൈശാലിയുമായി ഹാൻഡ് ഷേക്ക് ചെയ്യാൻ യാക്കോബോവ് വിസമ്മതിച്ചു എന്നതാണ് വളരെ വലിയൊരു വിവാദത്തിന് കാരണമായത്. അദ്ദേഹത്തിന്റെ മതനിയമപ്രകാരം മറ്റു സ്ത്രീകളുമായിട്ട് ഹാൻഡ് ഷേക്ക് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു യാക്കോബോവിന്റെ ഭാഗത്തുനിന്നും പിന്നീട് വന്ന വിശദീകരണം. എന്നാൽ ഇതിനു മുമ്പ് മറ്റു ഫീമെയിൽ പ്ലേയേഴ്സുമായിട്ട് കളിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഹാൻഡ് ഷേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാകാത്ത എന്ത് പ്രശ്നമാണ് വൈശാലിയുമായി ഹാൻഡ് ഷേക്ക് ചെയ്താൽ ഉണ്ടാകുക എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. നമുക്കിനി ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഈ ഗെയിമിൽ യാക്കോബോവ് വൈറ്റ് സൈഡും വൈശാലി ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് D4 ചെയ്തിട്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്യുന്നു. വൈറ്റ് 9 F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് 9 F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ആണ്. C4 മൂവ് ചെയ്തുകൊണ്ട് D5 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ഡിസ്കവർഡ് അറ്റാക്ക് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ക്വീൻ വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് എടുത്തുകൊണ്ടോ വൈറ്റിന് ആ പോണിനെ തിരിച്ചെടുക്കാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം E6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് എടുക്കുന്നു. മൂവ് ഓർഡറുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിലും ഇപ്പോൾ ഗെയിം ക്വീൻസ് ക്യാമ്പിന്റെ ഡിക്ലൈൻഡ് വേരിയേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ വൈറ്റ് അടുത്ത നെറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ബ്ലാക്ക് C6 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ക്വീൻ്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ G5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നെറ്റിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നെറ്റിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോഴും വൈറ്റിന്റെ C4 പോണിന് യാതൊരു സപ്പോർട്ടും ഇല്ല. അതുകൊണ്ട് വൈറ്റ് ആ പോണിന് സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. E3 ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ച് ആ പോണിനെ സപ്പോർട്ട് കൊടുക്കുന്നു. ഇവിടെ വൈശാലി വേഗം ക്വീനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരാണ്. ക്വീനെ A5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെ പിൻ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ഈ പിൻസ് ബ്ലാക്കിന്റെ ഉദ്ദേശം. ബ്ലാക്കിന്റെ നൈറ്റ് E4ലേക്ക് വരുന്ന തടയുന്നതിനായിട്ട് വൈറ്റ് ഇപ്പോൾ ബിഷപ്പും നൈറ്റുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് അടുത്ത നൈറ്റ് പോയി തിരിച്ചോട്ടിക്കൊണ്ട് അതേ സ്കോറിലേക്ക് ഒരു നൈറ്റ് കൂടെ എത്തിക്കാൻ കഴിയും. അല്ലാതെ ഇവിടെ ഇപ്പോൾ ക്വീനെ D2ലേക്ക് കൊണ്ടുവന്ന് ഈ പിൻ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ ബിഷപ്പിനെ കൂടെ B4ലേക്ക് കൊണ്ടുവന്ന് ആ പിൻ വീണ്ടും സ്ട്രോങ് ആക്കാൻ കഴിയും. അല്ലാതെ ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 സ്കോർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിന് പോൺ വെച്ച് പോണിട്ടിക്കൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ അവസരം കിട്ടും. എന്നാൽ വൈറ്റ് ഇവിടെ വളരെ മികച്ച രീതിയിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുകയാണ്. നൈറ്റിനെ D2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ പിൻ ഒഴിവാക്കുന്നതോടൊപ്പം നൈറ്റ് വെച്ച് E4 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിന്റെ ബിഷപ്പിന് നൈറ്റ് വെച്ച് ഉണ്ടായിരുന്ന സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ മറ്റൊരു ട്രിക്ക് ഉപയോഗിക്കുകയാണ്. പോൺ വെച്ച് പോണിട്ടെടുത്തുകൊണ്ട് ബിഷപ്പിനെതിരെ ഡിസ്കവർഡ് അറ്റാക്ക് കൊടുക്കുന്നു. ബിഷപ്പിനെതിരെ അറ്റാക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ആദ്യം ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു വെട്ടുന്നു. അതിനുശേഷം നൈറ്റ് വെച്ച് C4 പോണിട്ടെടുത്തുകൊണ്ട് നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ ക്വീനെതിരെ അറ്റാക്കാണ്. ബ്ലാക്ക് ക്വീനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ബ്ലാക്ക് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നതിനോടൊപ്പം ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ D6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ കാസ്റ്റിംഗിലുള്ള സൗകര്യമായിട്ടുണ്ട്. അതിനോടൊപ്പം H2 സ്കോറിലേക്ക് 2 പീസിൽ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റും ബിഷപ്പും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ വൈറ്റ് അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം F4 മൂവ് ചെയ്തുകൊണ്ട് ഈ ബിഷപ്പിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ വൈറ്റും ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ E7ലേക്ക് മൂവ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വൈറ്റിന്റെ ഈ സെന്ററിലെ പോൺ സ്ട്രക്ചർ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ ബ്ലാക്കിന് ക്വീൻ വെച്ചോ ബിഷപ്പ് വെച്ചോ തിരിച്ചോട്ടിക്കൊണ്ട് ഈ ഡയഗണിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം ക്വീനെ E2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E3 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്കിന് ഇപ്പോൾ വേണമെങ്കിൽ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ അതിനു മുമ്പായിട്ട് ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാണ്. ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് ആ എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചു വെട്ടുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ ക്വീൻ റൂക്കിന്റെ ഓപ്പൺ ഫയലിലേക്ക് വന്നിരിക്കുകയാണ്. വൈറ്റ് ഇവിടെ ഒരു ഡബിൾ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യം നൈറ്റിനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു.
ആ ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടാണുള്ളത്. ഇനി അടുത്ത മൂവിൽ ഈ നൈറ്റിനെ E4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെയും ക്വീനെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കാനാണ് വൈറ്റിൻ്റെ ഉദ്ദേശം. ബ്ലാക്കിന് ഇപ്പോൾ ആണെങ്കിൽ ക്വീനെ അഡ്വാൻസ് ആയിട്ട് ഈ റൂക്കിൻ്റെ ഫയലിൽ നിന്നും എങ്ങോട്ടെങ്കിലും മാറ്റാം. എന്നാൽ വായശാലി ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ക്വീനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല, പകരം F8ലെ റൂക്കിനെ C8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ക്വീനെതിരെ ഡിസ്കബിൾ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ ക്വീന് വെച്ച് റൂക്കിനിട്ട് എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ 2 റൂക്കുകൾക്ക് പകരമായിട്ട് ക്വീനിനെ എക്സ്ചേഞ്ച് ചെയ്യുക എന്നതാണ് ഇവിടെ ബ്ലാക്കിൻ്റെ ഉദ്ദേശം. എന്നാൽ വൈറ്റ് ഇപ്പോൾ അങ്ങനെ ഒരു അറ്റാക്കിന് ശ്രമിക്കുന്നില്ല, പകരം അടുത്ത റൂക്കിനെ കൂടെ C5ലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് C1ലെ റൂക്കിനെ C2ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് C1 സ്ക്വയർ ഫ്രീ ആക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് അറ്റാക്കുള്ള ബിഷപ്പിനെ E8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് അടുത്ത റൂക്കിനെ C1ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ വൈറ്റിൻ്റെ അറ്റാക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് അറ്റാക്ക് വരുമ്പോൾ ബ്ലാക്കിന് ഈ C8ലെ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. അതോടെ ബ്ലാക്കിന് ഇവിടെ ഒരു റൂക്ക് പൂർണ്ണമായും നഷ്ടപ്പെടും. അതുകൊണ്ട് ബ്ലാക്ക് അഡ്വാൻസ് ആയിട്ട് C8ൽ റൂക്കിനെ അവിടെ നിന്ന് മാറ്റിയാണ് റൂക്കിനെ D8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്ത അറ്റാക്കിലേക്ക് തന്നെ പോവുകയാണ്. നൈറ്റിനെ B5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു സ്ട്രോങ് അറ്റാക്ക് വരെയാണ്. നൈറ്റിനെ C7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ റൂക്കിന് സേഫായിട്ട് പോകാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. അതിൽ C8ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെ തിരിച്ചറ്റാക്കാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. അങ്ങനെ റൂക്ക് C8ലേക്കാണ് വരുന്നതെങ്കിൽ വൈറ്റിനെ നൈറ്റ് വെച്ച് ബിഷപ്പിനിട്ട് എടുത്തുകൊണ്ട് ആ റൂക്കിനെതിരെ ഡിസ്കവേർഡ് അറ്റാക്ക് കൊടുക്കാൻ അവസരം കിട്ടും. റൂക്ക് അറ്റാക്കിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്ക് വെച്ച് നൈറ്റിനെ എടുക്കാൻ പറ്റില്ല. അല്ലാതെ ആദ്യം റൂക്ക് വെച്ച് റൂക്കിനെ ഇട്ടാണെങ്കിൽ വൈറ്റിന് ഇപ്പോൾ തന്നെ തിരിച്ചുവിട്ടേണ്ട ആവശ്യമില്ല. ഈ അറ്റാക്കുള്ള നൈറ്റ് വെച്ച് ബ്ലാക്കിൻ്റെ നൈറ്റിനെ എടുക്കാം. ഇപ്പോൾ ചെക്കാണ്. ബ്ലാക്കിന് ഇപ്പോൾ പോൺ വെച്ചോ ബിഷപ്പ് വെച്ചോ തിരിച്ചുവിട്ടാം. ബിഷപ്പ് വെച്ച് തിരിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ നൈറ്റിനെതിരെ അറ്റാക്ക് ആണെങ്കിലും പ്രശ്നമില്ല, ആ നൈറ്റിന് പോണിൻ്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈറ്റിന് റൂക്ക് വെച്ച് ആ റൂക്കിനെ കൂടെ വെട്ടിയെടുക്കാം. ഇതോടെ ബ്ലാക്കിന് പൂർണ്ണമായും ഒരു പീസ് നഷ്ടപ്പെടും. അല്ലാതെ അടുത്ത നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതിനായിട്ട് പോൺ വെച്ചാണ് തിരിച്ചുവിട്ടുന്നതെങ്കിൽ വൈറ്റിനിവിടെ ഒരു പോണിനെ കൂടെ നേടിയെടുക്കാൻ അവസരമുണ്ട്. അതായത് ഇപ്പോൾ റൂക്കിനെ തിരിച്ചുവിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ബിഷപ്പ് വെച്ച് H7ലെ പോണിട്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. ഇതോടെ ഒരു പോൺ കൂടെ ലാഭം കിട്ടും. കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ ആ റൂക്കിനെ കൂടെ വെട്ടിയെടുക്കാം. അല്ലാതെ ബ്ലാക്ക് ഇപ്പോൾ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിന് അടുത്ത 2 മൂവിൽ വിജയിക്കാനും കഴിയും. ആദ്യം ക്വീനെ H5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ G7ലേക്കോ അല്ലെങ്കിൽ G8ലേക്കോ മൂവ് ചെയ്യാം. എങ്ങോട്ട് തന്നെ മൂവ് ചെയ്താലും അടുത്ത മൂവിൽ ക്വീന് വെച്ച് F7ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കാം. H8ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കുമ്പോൾ ചെക്ക് മേറ്റ് ആവും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് വൈറ്റിനെ തിരിച്ചറ്റാക്കുന്നില്ല, പകരം റൂക്കിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റിനിപ്പോൾ ആണെങ്കിൽ ഈ ബിഷപ്പും നൈറ്റും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ വൈറ്റ് ഇവിടെ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. ആദ്യം കിങ്ങിനെ ഈ ഡയഗണലിൽ നിന്ന് മാറ്റിയാണ് കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നതോടൊപ്പം വൈറ്റിൻ്റെ ഈ നൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ റൂക്കുകളുടെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ഇതോടെ ആ നൈറ്റിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൈറ്റ് ഇവിടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ ഇട്ടുന്നു. ബ്ലാക്ക് പോൺ വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് വീണ്ടും റൂക്കുകളുടെ ഫയൽ ക്ലോസ് ചെയ്യുന്നു. ആ നൈറ്റിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. വൈറ്റ് നൈറ്റിനെ A6ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ C8ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ആ നൈറ്റിനെ കോർണറിൽ നിന്നും സേഫായിട്ട് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ആ നൈറ്റിനെതിരെ 2 അറ്റാക്ക് ഉണ്ടെങ്കിലും 2 പീസുകളുടെ സപ്പോർട്ടുണ്ട്. ബ്ലാക്ക് അവിടേക്ക് ഒരു അറ്റാക്കറെ കൂടെ കൊണ്ടുവരികയാണ്. റൂക്കിനെ D5ലേക്ക് കൊണ്ടുവന്ന് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ B3ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവന്ന് E2ലെ പോണിനെതിരെയും H2 സ്ക്വയറിലേക്കും വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആദ്യം H5 മൂവ് ചെയ്തുകൊണ്ട് G4 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് വൈറ്റ് ഒരു കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം ബിഷപ്പിനെ C4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് റൂക്കിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. അതിനുശേഷം നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു.
ഇപ്പോൾ ഈ നൈറ്റ് D4ലേക്ക് വന്നതിന് പിന്നിൽ ഒന്നിലധികം ഉദ്ദേശങ്ങളുണ്ട്. ഒന്നാമത്തത് ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞു. രണ്ടാമത്തത് ഇപ്പോൾ ഈ C6 പോകേണ്ടവരെ ഒരു അറ്റാക്ക് കൂടെ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് നൈറ്റ് വെച്ച് E6 പോകേണ്ടെടുക്കാനും ആ സാക്രിഫൈസിന് ശേഷം ഇവിടെ ഒരു ഫോർക്കും ചെക്കിനും സാധ്യതയുണ്ട്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ഈ അറ്റാക്കുകളൊന്നും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം പ്ലാൻ ചെയ്ത അറ്റാക്ക് തന്നെ മുന്നോട്ട് പോയാണ് നൈറ്റിനെ G4ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് E6 പോകേണ്ടതുകൊണ്ട് ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നൈറ്റ് വെച്ച് E3 പോകേണ്ടതുകൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുത്താൽ മതി. ഇതോടെ വൈറ്റിൻ്റെ 2 പീസുകൾ ഒരേ സമയം അറ്റാക്കിലാകും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നില്ല. പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ A6 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. C6 പോകേണ്ടവരെ 3 പീസുകൾ വെച്ച് അറ്റാക്കും വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇവിടെ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. റൂക്കിനെ C7 മൂവ് ചെയ്യുന്നു. ഇനി ഇവിടെ സമയം നോക്കുകയാണെങ്കിൽ യാക്കുബോവിന് 5 മിനിറ്റിൽ കൂടുതൽ സമയമുണ്ട്. എന്നാൽ വൈശാലിക്ക് 2 മിനിറ്റിൽ താഴെ സമയമുള്ളൂ. ഈ പൊസിഷനിൽ വൈറ്റ് ഇവിടെ ഒരു പോണിനെ ലാഭം നേടിയെടുക്കുകയാണ്. റൂക്ക് വെച്ച് C6 പോണെടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ആ റൂക്കിനിപ്പോൾ റൂക്കിൻ്റെയും നൈറ്റിൻ്റെയും സപ്പോർട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനിട്ടാണെങ്കിൽ അടുത്ത റൂക്ക് വെച്ച് തിരിച്ചോട്ടിക്കൊണ്ട് അതേ അറ്റാക്ക് തന്നെ വീണ്ടും വരും. അപ്പോൾ ക്വീന് സേഫായിട്ട് പോകാൻ അധികം സ്കോറുകളൊന്നുമില്ല. തിരിച്ച് B8 തന്നെ പോവുകയാണെങ്കിൽ ഒരു ഫോർക്കും ചെക്ക് വരുന്നതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. ആ റൂക്കിനിപ്പോൾ ബിഷപ്പിൻ്റെ സപ്പോർട്ടുണ്ട്. എന്നാൽ ഈ പൊസിഷനിൽ ഇത്രയും ടൈം പ്രഷർ ഉള്ളപ്പോഴും വൈശാലിയുടെ ഭാഗത്തുനിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം വൈശാലിയുടെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. വൈശാലി ഇവിടെ ഈ ക്വീനെ അറ്റാക്കിൽ നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ H6 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. എന്നാൽ വൈറ്റിനിപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീനെ വിട്ടാണെങ്കിൽ ആദ്യം റൂക്ക് വെച്ച് റൂക്കിനെ വിട്ട് ചെക്ക് വരും. ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ക്വീനെ വിട്ട് വീണ്ടും ചെക്ക് വരും. അപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെ വിട്ടേണ്ടി വരും. ഈ സമയത്ത് പോണ വെച്ച് റൂക്കിനെ വിട്ടെടുക്കുന്നതോടെ വൈറ്റിന് ഇവിടെ ഒരു റൂക്ക് കൂടെ നഷ്ടപ്പെടുകയും ബ്ലാക്കിന് ഈസി ആയിട്ട് ഗെയിം വിജയിക്കാനും കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പിനെ C8 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിന് ഇട്ടാണെങ്കിൽ വൈറ്റിന് ഒരു ചെക്കോട് കൂടി ആ റൂക്കിനെ തിരിച്ചുവിട്ടെടുക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ റൂക്ക് വെച്ച് ബിഷപ്പിന് ഇട്ടുന്നില്ല. പകരം റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനിട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇതോടെ ബ്ലാക്കിൻ്റെ ക്വീനും റൂക്കും ഒരേ സമയം അറ്റാക്കിലായിരിക്കുകയാണ്. ഇനി വൈശാലിക്ക് 36 സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ വൈശാലിയുടെ ഭാഗത്തുനിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇപ്പോഴും ഈ ക്വീനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. പകരം റൂക്കിനെ C7 മൂവ് ചെയ്തുകൊണ്ട് ആ ക്വീനെ വീണ്ടും സാക്രിഫൈസ് ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോഴും ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അടുത്ത 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം റൂക്ക് വെച്ച് ചെക്ക് വരും. ഇവിടെ എന്തായാലും വേറെ ഓപ്ഷനൊന്നുമില്ല. ക്വീൻ വെച്ച് ബ്ലോക്കേണ്ടി വരും. ആ സമയത്ത് റൂക്ക് വെച്ച് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആകും. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വേണമെങ്കിൽ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ റൂക്ക് വെച്ച് റൂക്കിനോട്ടാണെങ്കിൽ ബ്ലാക്കിനെ ക്വീൻ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാൻ അവസരം കിട്ടും. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കുമാണ്. അതുപോലെ C4 ചെക്ക് വരാനും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകാനും സാധ്യതയുണ്ട്. ഇങ്ങനൊരു അറ്റാക്ക് വന്നാൽ വൈറ്റിന് വേണമെങ്കിൽ ക്വീനെ C2 കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്തുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം. എന്നാൽ വൈറ്റ് ഇവിടെ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്നും എങ്ങോട്ടും മാറ്റാനോ ശ്രമിക്കുന്നില്ല. പകരം ഇവിടെ മറ്റൊരു ട്രാപ്പിന് ശ്രമിക്കുകയാണ്. ഈ അറ്റാക്കിലുള്ള ബിഷപ്പിനെ D7 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതൊരു ട്രാപ്പാണ്. ബ്ലാക്ക് ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിനിട്ടുണ്ടെങ്കിൽ 2 പീസുകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ വൈറ്റിന് ആ റൂക്കിന് തിരിച്ചു വെട്ടാം. അല്ലാതെ ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ റൂക്ക് ഈ ഓപ്പൺ ഫയലിൽ നിന്നും മാറും. അതുകൊണ്ട് തന്നെ വൈറ്റിനെ ഈ ക്വീൻ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനും ഗെയിമിലേക്ക് തിരിച്ചു വരാനും അവസരം കിട്ടും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടെയാണ് വൈറ്റ് ഇപ്പോൾ ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്.
എന്നാൽ വൈശാലി ഇവിടെ ആ ട്രാപ്പിലും വീഴുന്നില്ല. ഇവിടെ വീണ്ടും വളരെ മികച്ചൊരു മൂവാണ് ചെയ്യുന്നത്. ആ മൂവോടെ വൈറ്റ് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ ഈ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. ആദ്യം ഈ റൂക്കിൻ്റെ ഒരു ഡിഫൻഡറെ റിമൂവ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു. ഇതോടെ വൈറ്റിന് പൂർണ്ണമായും ഒരു പീസ് നഷ്ടമായിരിക്കുകയാണ്. ഇപ്പോഴും റൂക്ക് വെച്ച് കിങ്ങിനോട്ടാണെങ്കിൽ നേരത്തെ കണ്ട പോലെ വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും. അല്ലാതെ പോൺ വെച്ച് ബിഷപ്പിനോട്ടാണെങ്കിൽ ബ്ലാക്കിന് റൂക്ക് വെച്ച് റൂക്കിനെ വെട്ടാം. ഇപ്പോൾ ബിഷപ്പ് വെച്ച് തിരിച്ചുവിട്ടാലും കിങ്ങിന് വെച്ച് തിരിച്ചുവിട്ടുമ്പോൾ ഇപ്പോഴും വൈറ്റിന് ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടും. അല്ലാതെ ആദ്യം തന്നെ റൂക്ക് വെച്ച് റൂക്കിനോട്ടാണെങ്കിൽ കിങ്ങിന് വെച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് ബിഷപ്പിനെതിരെ അറ്റാക്കും നേരത്തെ കണ്ട പോലെ ഇവിടെ ഒരു ചെക്ക്മേറ്റ് ഫിഷനിങ് കൊടുക്കാം. ഇപ്പോൾ ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കുന്നതിനും അതുപോലെ ഈ ചെക്ക്മേറ്റ് ഫിഷിനെ ഒഴിവാക്കുന്നതിനും വേണ്ടിയിട്ട് ആദ്യം തന്നെ ബിഷപ്പിനെ F1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കിന് ആദ്യം ക്വീനെ C1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ക്വീൻ വെച്ച് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നൈറ്റിനെ F2ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ നേടിയെടുക്കാനും വളരെ വേഗത്തിൽ ഗെയിം വിജയിക്കാനും കഴിയും. അല്ലാതെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ ബിഷപ്പ് വെച്ചാണ് ബ്ലോക്ക് ചെയ്യുന്നതെങ്കിൽ നൈറ്റ് വെച്ച് E3യിലെ പോയിന്റ് എടുത്തുകൊണ്ട് ആ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കാം. ബിഷപ്പ് പിന്നിങ്ങിലായത് കാരണം ബിഷപ്പിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. ഇപ്പോഴും വൈറ്റിന് ഒരു പീസ് പൂർണ്ണമായും നഷ്ടപ്പെടുകയും ബ്ലാക്ക് ഗെയിം വിജയിക്കുകയും ചെയ്യും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ബിഷപ്പ് വെച്ച് നൈറ്റിനോട് എടുത്തപ്പോൾ തന്നെ വൈറ്റ് തോൽവി സമ്മതിച്ചത്. വിവാദങ്ങൾക്കപ്പുറം വളരെ മികച്ച മുകളിലുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു. വളരെയധികം ടൈം പ്രഷർ ഉണ്ടായിരുന്ന സമയത്താണ് വൈശാലി വളരെ മികച്ച മൂവുകൾ കണ്ടെത്തുകയും ഈ ഗെയിം വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്.